ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്നത്തെ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ബൈബിൾ ദൈവത്തിൻ്റെ കൊട്ടാരം. ബൈബിൾ ദൈവത്തിൻ്റെ കൊട്ടാരം. നമ്മൾക്കേവർക്കും അറിയാവുന്നതുപോലെ ഇതിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത്. ഒന്ന് പഴയ നിയമവും, രണ്ട് പുതിയ നിയമവും. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും 929 അധ്യായങ്ങളും 23,131 വാക്യങ്ങളും ആണ് ഉള്ളത് എന്ന് നമുക്കേവർക്കും അറിയാം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശ എഴുതിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ ഉൽപ്പത്തിയിൽ 50 അധ്യായങ്ങളും ഉണ്ട്. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സ്വീകരണ മുറിയായി നാം ഇതിനെ കാണുന്നു. രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് 40 അധ്യായങ്ങളാണുള്ളത്. നിയമ നിർമ്മാണ മുറിയായിട്ടാണ് നാം വേദപണ്ഡിതന്മാർ ഇതിനെ കാണുന്നത്. മൂന്നാമത്തെ പുസ്തകം ലേവ്യ 27 അധ്യായങ്ങളുണ്ട്. ആരാധനാലയമായി നമുക്ക് അതിനെ ചിത്രീകരിക്കാം. നാലാമത്തേത് സംഖ്യാപുസ്തകം 36 അധ്യായങ്ങളാണുള്ളത്. സംഭരണശാലയായിട്ടാണ് വേദപണ്ഡിതന്മാർ ഈ പുസ്തകത്തെ കാണുന്നത്. ആവർത്തന പുസ്തകം 34 അധ്യായങ്ങളുണ്ട്. ഒരു കോടതി മുറിയെ പോലെ നമുക്ക് അതിനെ കാണുവാൻ സാധിക്കും. യോശുവ മുതൽ എസ്തേർ വരെ 249 അധ്യായങ്ങളാണുള്ളത്. ചരിത്രരേഖകൾ സൂക്ഷിക്കുന്ന മുറിയായി നമുക്ക് ഇതിനെ ചിത്രീകരിക്കുവാൻ സാധിക്കും. യോബിൻ്റെ പുസ്തകത്തിൽ 42 അധ്യായങ്ങളാണുള്ളത്. തത്വജ്ഞാനികളുടെ സമ്മേളന മുറിയായി നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങളിൽ 150 അധ്യായങ്ങളാണുള്ളത്. സംഗീതമുറിയായി നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും. സദൃശവാക്യങ്ങളിൽ 31 അധ്യായങ്ങളാണ് ഉള്ളത്. പഠനശാലയായി നമുക്ക് ഇതിനെ ചിത്രീകരിക്കുവാൻ സാധിക്കും. ശലോമോന്റെ 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരികയും ചെയ്യും. സഭാപ്രസംഗിയിൽ 12 അധ്യായങ്ങളാണുള്ളത്. പ്രസംഗമുറിയായി നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും. ഉത്തമഗീതം 8 അധ്യായങ്ങളുണ്ട്. രാജാവിൻ്റെ മണിയറയായിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും. യെശയ്യ മുതൽ മലാഖി വരെ 250 അധ്യായങ്ങളുണ്ട്. പ്രവാചകന്മാർ ദൂരദർശിനികളുമായി ഉദയനക്ഷത്രമായ മശിഹ ഉദയം ചെയ്യുന്നതും തുടർന്ന് നിത്യത വരെയുമുള്ള കാര്യങ്ങൾ രേഖയായി വച്ചിരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം. ഇനിയും പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ 27 പുസ്തകങ്ങളും 260 അധ്യായങ്ങളും 7952 വാക്യങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്ത ഭാവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന വലിയ ഹാളിലേക്ക് അതിൻ്റെ ചുവരുകളിൽ യേശു ക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്ത രൂപങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 28 അധ്യായങ്ങളാണ് ഉള്ളത്. രാജാവിൻ്റെ പദവിയോടുകൂടിയ ചിത്രം. രണ്ടാമത്തേത് മർക്കോസ് എവൻഗേലിയോസ്ത എഴുതിയ സുവിശേഷം 16 അധ്യായങ്ങളാണുള്ളത്. അധ്വാനിക്കുന്ന ശുശ്രൂഷിക്കുന്ന ദാസനായിട്ടാണ് യേശു ക്രിസ്തുവിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്ത എഴുതിയ സുവിശേഷം 24 അധ്യായങ്ങളാണ് ഇതിൽ ഉള്ളത്. ഉത്തമനായ സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഇവിടെ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷം അതിൽ 21 അധ്യായങ്ങളുണ്ട്. ദൈവത്തിൻ്റെ തേജസ് ആകുന്ന കർത്താവിൻ്റെ മഹത്വമാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ 28 അധ്യായങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവാഹത്താൽ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഊർജ
സ്ഥലമായ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും. റോമർ മുതൽ യൂദ വരെ നമ്മൾ നോക്കുമ്പോൾ 121 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ക്രിസ്തീയ സഭ എങ്ങനെ ക്രമവും ചിട്ടയുമായി പ്രയോജനമുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ള നിയമാവലി എഴുതി സൂക്ഷിക്കുന്ന മുറിയായിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ 22 അധ്യായങ്ങളുണ്ട്. അതിവിശാലവും അതിമനോഹരവുമായ മുറിയിൽ രാജാവിൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ലോകത്തിലെ സമസ്ത മണ്ഡലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ള ഏക ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ ഒരു മതഗ്രന്ഥം മാത്രമല്ല, പിന്നെയോ പ്രയോഗിക്കുവാനുള്ള ആയുധമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ നാം ചിന്തിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 24-ാം ദിവസമായ ഇന്ന് നാം നമ്മെ തന്നെ തിരുത്തി ഈ ബൈബിൾ ദൈവത്തിൻ്റെ കൊട്ടാരം എന്ന് നാം മനസ്സിലാക്കി അതിനെ നാം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ, നമ്മുടെ നെഞ്ചോട് നമ്മൾ ചേർത്ത് അതിനെ വെറുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മളുടെ എല്ലാ കഷ്ടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നാം ഈ ലോകത്തിൽ ഫേസ് ചെയ്യുന്നതൊക്കെയും മാറിയിട്ട് അവൻ്റെ മക്കളായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ ഇവിടെ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.